Hello everyone, welcome back to our channel Ncert Malayalam. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് Ncert ക്ലാസ് 9th ഇംഗ്ലീഷിലെ ചാപ്റ്റർ 2 ദ ഷെഹ്നായി ഓഫ് ബിസ്മില്ല ഖാൻ പാർട്ട് 2 ആണ്. ഓൾറെഡി സൗണ്ട് ഓഫ് മ്യൂസിക് എന്ന ചാപ്റ്ററിൻ്റെ ഫസ്റ്റ് പാർട്ട് ഇറ്റ് ഈസ് അബൌട്ട് ദ സ്റ്റോറി ഓഫ് എവ്ലിൻ ക്ലനി. സോ ദിസ് ഇസ് എ സ്റ്റോറി ഓഫ് മിസ്റ്റർ ബിസ്മില്ല ഖാൻ അല്ലേ. ഖാൻ ഷെഹ്നായി ഉപയോഗിച്ചിരുന്ന നമ്മുടെ ബിസ്മില്ല ഖാനിൻ്റെ സ്റ്റോറിയാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, ഇതൊരു സിമ്പിളാണ്, നമുക്ക് ശ്രദ്ധിക്കാം കേട്ടോ. സോ ഇഫ് യു ആർ ന്യൂ ടു ദിസ് ചാനൽ പ്ലീസ് ടു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ഓക്കെ, The Shehnai of Bismillah Khan, which is a part 2. Before you read, do you know these people? What instruments do they play? Think of the Shehnai and the first thing you will probably imagine is a wedding or a similar occasion or function. The next would probably Ustad Bismillah Khan, the Shehnai maestro, playing his instrument. അല്ലേ, അതായത് നിങ്ങൾ ഈ കാണുന്ന പീപ്പിൾസിനൊക്കെ നിങ്ങൾക്ക് അറിയോ ക്വസ്റ്റ്യൻ അല്ലേ. ഈ കാണുന്ന ആൾക്കാരെയൊക്കെ നിങ്ങൾക്ക് പരിചയമുണ്ടോ, ഇവരെന്ത് ഇൻസ്ട്രുമെൻറ്റ്സ് ആണ് യൂസ് ചെയ്യുന്നതെന്നൊക്കെയാണ് ചോദ്യം. പിന്നെ പറയുന്നത് ഈ ഷെഹ്നായി എന്ന് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു പക്ഷേ ഒരു മാരേജ് ഫങ്ഷൻസ് ഒക്കെ ആയിരിക്കും ഓർമ്മ വരിക. അല്ലെങ്കിൽ ഉസ്താദ് ബിസ്മില്ല ഖാൻ ഹു വാസ് ഷെഹ്നായി മൈസ്ട്രോ എന്ന് വെച്ചാൽ എന്താണ്, ഒരു മഹാനായ സംഗീതജ്ഞൻ എന്നാണ് അർത്ഥം. സോ ഇതാരാന്നൊക്കെ നമുക്ക് നോക്കാം. ഇതാണ് നമ്മൾ കൊടുത്തിട്ടുണ്ട് പേജ് നമ്പർ 21. ഡു യു നോ ദിസ് പീപ്പിൾ, വാട്ട് ഇൻസ്ട്രുമെൻറ്റ്സ് ഡു ദേ പ്ലേ? ആൻഡ് ആൻസേഴ്സ്: ഫസ്റ്റ് വൺ പണ്ഡിറ്റ് ഹരിപ്രസാദ് ചൗരസ്യ ഹു വാസ് പ്ലേയിങ് എ ഫ്ലൂട്ട്, ആൻഡ് സെക്കൻഡ് വൺ ഇസ് ഉസ്താദ് വിലായത്ത് ഖാൻ പ്ലേയിങ് എ സിത്താർ, തേർഡ് വൺ ഇസ് എം ലളിത ആൻഡ് എം നന്ദിനി പ്ലേയിങ് വയലിൻ, സക്കീർ ഹുസൈൻ പ്ലേയിങ് തബ്ല, ആൻഡ് ഉസ്താദ് അജ്മദ് അലി ഖാൻ പ്ലേയിങ് സരോദ്, മൈസ്ട്രോ കുൻകുണ്ടി വൈദ്യനാഥൻ പ്ലേയിങ് വയലിൻ, ഉസ്താദ് സുൽത്താൻ ഖാൻ പ്ലേയിങ് സാരംഗി, ഉസ്താദ് ബിസ്മില്ല ഖാൻ പ്ലേയിങ് ഷെഹ്നായി. സോ ദ 8th പിക്ചറിൽ കാണുന്ന ആളാണ് നമ്മുടെ ഉസ്താദ് ബിസ്മില്ല ഖാൻ. അപ്പോൾ ഇദ്ദേഹം 2006 ഇപ്പോൾ റീസെൻ്റായിട്ട് ഒരു 15 years മുന്നെയാണ് അദ്ദേഹം നിര്യാതനായത്. അങ്ങനത്തെ കാര്യങ്ങൾ ലാസ്റ്റ് പറയുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ചാപ്റ്ററിൻ്റെ തുടക്കത്തിൽ എംപറർ ഔറംഗസീബ് ബാൻഡ് ദ പ്ലേയിങ് ഓഫ് മ്യൂസിക് ഇൻസ്ട്രുമെൻറ്റ് കോൾഡ് പങ്കി ഇൻ ദ റോയൽ റെസിഡൻസ് ഫോർ ഇറ്റ് ഹാഡ് എ ഷ്രിൽ അൺപ്ലസൻറ്റ് സൗണ്ട്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഈ പറയുന്ന ഔറംഗസീബിലെ നമ്മുടെ എംപററായിട്ടുള്ള ഔറംഗസീബ് അദ്ദേഹത്തിൻ്റെ ഈ പറയുന്ന റോയൽ റെസിഡൻസിൽ എന്തായി, ഈ പങ്കി എന്ന് പറയുന്ന ഇൻസ്ട്രുമെൻറ്റിൻ്റെ മ്യൂസിക് ഇൻസ്ട്രുമെൻ്റ് ആയിട്ടുള്ള പങ്കി നിർത്തലാക്കി. കാരണം അതിനൊരു അൺപ്ലസൻ്റ് ആയിട്ടുള്ള ഇഷ്ടപ്പെടാത്തൊരു സൗണ്ട് ഉണ്ടായിരുന്നു. പങ്കി ബിക്കെയിം ദ ജനറിക് നെയിം ഫോർ റീഡഡ് നോയ്സ് മേക്കേഴ്സ്. ചുമ്മാ അങ്ങനെ കലപ്പില എന്ന് പറയുന്ന ആൾക്കാർക്കൊക്കെ പങ്കി എന്നായിരുന്നു അവിടെ ഒരു ഓമനപ്പേരായിട്ട് ആ നാട്ടിൽ വിളിക്കുന്നുണ്ടായിരുന്നത്. ഫ്യൂ ഹാഡ് തോട്ട് ഇറ്റ് വുഡ് വൺ ഡേ ബി റിവൈവ്ഡ്. ചില ആൾക്കാരെന്താ വിചാരിച്ചത്, ഇതൊരു ഒരു സമയമാകുമ്പോൾ ഇതെന്താവും, നന്നാവും എന്ന് വിചാരിച്ചു. റിവൈവ്ഡ് എന്ന് വെച്ചാൽ എന്താ, ഇത് നന്നാവും എന്നാണ് ഉദ്ദേശിച്ചത്. അതായത് ഈ പറയുന്ന പങ്കിയെ മാറ്റി നിർത്തിയിട്ട് എല്ലാ നോയ്സ് മേക്കേഴ്സിനെയും ഈ പറയുന്ന പങ്കി എന്ന് വിളിക്കുന്ന ആ കാര്യങ്ങളൊക്കെ നന്നാവുമെന്നാണ് ആൾക്കാർ വിചാരിച്ചിരുന്നത്. ഒരു എ ബാർബർ ഓഫ് എ ഫാമിലി ഓഫ് പ്രൊഫഷണൽ മ്യൂസീഷ്യൻ ഹൂ ഹാഡ് ആക്സസ് ടു ദ റോയൽ പാലസ് ഡിസൈഡഡ് ടു ഇംപ്രൂവ് ദ ടോണൽ ക്വാളിറ്റി ഓഫ് പങ്കി. അപ്പോൾ ഒരു ബാർബർ എന്ത് ചെയ്തു, ഈ പറയുന്ന റോയൽ പാലസിൽ വന്നിട്ട് ഈ പങ്കിയുടെ സൗണ്ട് ടോണൊക്കെ മാറ്റിയിട്ട് എന്ത് ചെയ്യും, നല്ല ക്വാളിറ്റിയിലാക്കാൻ വേണ്ടിയിട്ട് ഡിസൈഡ് ചെയ്തു. ഹി ചൂസ് എ പൈപ്പ് വിത്ത് എ നാച്ചുറൽ ഹോളോ സ്റ്റം ദറ്റ് വാസ് ലോങ്ങർ ആൻഡ് ബ്രോഡർ ദാൻ പങ്കി ആൻഡ് മെയ്ഡ് 7 holes ഓൺ ദ ബോഡി ഓഫ് ദ പൈപ്പ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അദ്ദേഹം എന്താ ചെയ്തത്, ഒരു വലിയൊരു പൊള്ളയായിട്ടുള്ളൊരു സ്റ്റെം എടുത്തു. ആ സ്റ്റെം എന്ത് ചെയ്തു, നമ്മുടെ പങ്കീനെക്കാണെങ്കിൽ കുറച്ചും കൂടെ ബ്രോഡർ ആയിരുന്നു. അതിനകത്തുനിന്ന് 7 holes ഇട്ടു. വെൻ ഹി പ്ലേഡ് ഓൺ ഇറ്റ്, ക്ലോസിങ് ആൻഡ് ഓപ്പണിങ് സം ഓഫ് ദ ഹോൾസ്, സോഫ്റ്റ് ആൻഡ് മെലോഡിയസ് സൗണ്ട്സ് വെർ പ്രൊഡ്യൂസ്ഡ്. അതായത് അദ്ദേഹം ഈ പറയുന്ന ഹോൾസ് ഇങ്ങനെ ക്ലോസ് ചെയ്ത് അടയ്ക്കുക തുറക്കുക അങ്ങനെയൊക്കെ ചെയ്തപ്പോൾ എന്തായി, നല്ലൊരു മെലഡിയസ് സോങ് അതിൽ നിന്ന് ഉത്ഭവിക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഹി പ്ലേഡ് ദ ഇൻസ്ട്രുമെൻറ്റ് ബിഫോർ റോയാലിറ്റി ആൻഡ് എവ്രി വൺ വാസ് ഇംപ്രസ്ഡ്. ദ ഇൻസ്ട്രുമെൻറ്റ് സോ ഡിഫറെൻറ്റ് ഫ്രം ദ പങ്കി ഹാഡ് ടു ബി ഗിവൺ എ ന്യൂ നെയിം. അപ്പോൾ ഈ പറയുന്ന പങ്കിയുടെ ഈ ഒരു മാറ്റം എന്ത് ചെയ്തു, ഈ റോയാലിറ്റിയുടെ മുമ്പിൽ കാണിച്ചപ്പോൾ എല്ലാവരും വളരെയധികം ഇംപ്രസ്ഡ് ആയില്ലേ, എല്ലാവർക്കും വളരെയധികം ഇഷ്ടപ്പെട്ടു. ദ ഇൻസ്ട്രുമെൻറ്റ് സോ ഡിഫറെൻറ്റ് ഫ്രം ദ പങ്കി ഹാഡ് ടു ബി ഗിവൺ എ ന്യൂ നെയിം ആസ് എ സ്റ്റോറി ഗോസ്, സിൻസ് ഇറ്റ് വാസ് ദ ഫസ്റ്റ് പ്ലേഡ് ഇൻ ദ ഷാസ് ചാമ്പേഴ്സ് ആൻഡ് വാസ് പ്ലേഡ് ബൈ നായ്, ദറ്റ് ഇസ് എ ബാർബർ. ദ ഇൻസ്ട്രുമെൻറ്റ് വാസ് നെയിംഡ് ദ ഷെഹ്നായി. അപ്പോൾ ഈ ഇൻസ്ട്രുമെൻറ്റിന് പങ്കിയിൽ നിന്ന് ഡിഫറെൻ്റ് ആണ്, അപ്പോൾ അതിന് വേറൊരു പേരിടണം. അപ്പോൾ എന്തായിരിക്കും ആ പേര്? അങ്ങനെ ഈ ഒരു കഥ ഇങ്ങനെ നടന്നുകൊണ്ട്
ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ആദ്യം ഇത് പ്ലേ ചെയ്ത ആരുടെ ഔറംഗസീബിൻ്റെ കാലത്തായിരുന്നു പങ്കി എന്ത് ചെയ്തത്, ബാൻ ചെയ്തത്. പക്ഷേ ഈ പറയുന്ന ഷായുടെ ചാമ്പറിലാണ് ഇത് പിന്നെയും പ്ലേ ചെയ്യാൻ തുടങ്ങിയത്. അതുകൊണ്ട് തന്നെ ഷാൻ്റെ ചാമ്പറിൽ പ്ലേ ചെയ്തതുകൊണ്ടും ഈ പറയുന്നൊരു ബാർബർ അതായത് നായ് പ്ലേ ചെയ്തതുകൊണ്ടും അതിനെന്ത് പേരിട്ടു, ഷെഹനായി എന്ന് പേരിട്ടു. നമ്മൾ ഈ ഫോട്ടോയിൽ കാണുന്ന ഒന്നാമത്തെ പിക്ചറാണ് പങ്കി വിച്ച് ഹാഡ് ആൻ അൺപ്ലസൻറ്റ് സൗണ്ട്. പിന്നെയാണ് 7 ഹോൾസുള്ള ഷെഹനായി അല്ലേ. ക്ലോസിങ് ആൻഡ് ഓപ്പണിംഗ് ഓഫ് ദ ഹോൾസ് മേക്ക് പ്രൊഡ്യൂസ് എ ബ്യൂട്ടിഫുൾ ആൻഡ് മെലഡിയസ് സൗണ്ട് അല്ലേ, മെലഡിയസ് മ്യൂസിക്. The sound of the Shehnai began to be considered auspicious. ഈ പറയുന്ന ഷെഹനായുടെ സൗണ്ട് വളരെയധികം പ്രോമിസിങ് ആണ്, വളരെയധികം നല്ല പ്ലസൻ്റ് ആയിട്ടുള്ളൊരു സൗണ്ടാണ് നമ്മുടെ ഷെഹനായിക്കുള്ളത്. ആൻഡ് ഫോർ ദ റീസൺ ഇറ്റ് ഈസ് സ്റ്റിൽ പ്ലേഡ് ഇൻ ദ ടെമ്പിൾസ് ആൻഡ് ഇറ്റ് ഈസ് ആൻ ഇൻഡിസ്പെൻസിബിൾ കോമ്പണൻറ്റ് ഓഫ് എനി നോർത്ത് ഇന്ത്യൻ വെഡ്ഡിങ്. അപ്പോൾ ആ ഒരു കാരണത്താൽ തന്നെ ഇപ്പോഴും ടെമ്പിൾസിലൊക്കെ ഇതിങ്ങനെ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഏതൊരു നോർത്ത് ഇന്ത്യൻ വെഡ്ഡിങ്ങിലും ഈ ഷെഹനായി ഇല്ലാതെ ഒന്നുമില്ല. ഇൻഡിസ്പെൻസിബിൾ കോമൺ എന്ന് പറയുമ്പോൾ അത്രയ്ക്ക് അത് വേണം, അതില്ലാതെ ഒന്നും നടക്കൂല എന്ന് മീനിങ് ആണ്. ഇറ്റ് ഈസ് വിത്തൗട്ട് വിച്ച് എ പീസ് ഓഫ് വർക്ക് cannot be done. In the past, Shehnai was a part of Nawab or traditional ensemble of 9 instruments found at royal courts അല്ലേ. അതായത് പണ്ടൊക്കെ ഷെഹനായി എന്ന് പറയുമ്പോൾ ഈ പറയുന്ന 9 ഇൻസ്ട്രുമെൻറ്റ്സ് ട്രഡീഷണൽ 9 ഇൻസ്ട്രുമെൻറ്റ്സിൻ്റെ പല പല പാർട്സായിട്ട് ഉണ്ടാക്കിയതാണെന്നാണ്, നൗബത്തിൻ്റെ പാട്ടാണെന്നാണ് പറയുന്നത്. അതായത് 9 വേറെ ഇൻസ്ട്രുമെൻറ്റ്സിൻ്റെ ഓരോ പാർട്സ് കൊണ്ട് ഉണ്ടാക്കിയതാണ് പങ്കി എന്നാണ് പറയുന്നത്. അതിൻ്റെ യോജിച്ച് ചേർന്നൊരു സാധനമാണ് പങ്കി എന്ന്. അപ്പോൾ till recently it was used only in temples and weddings. അപ്പോൾ ഈ ഒരു അടുത്ത് വരെ ഇത് ടെമ്പിൾസിലും വെഡ്ഡിങ്സിലും മാത്രമാണ് യൂസ് ചെയ്തത്. The credit for bringing the instrument into classical stage goes to ഉസ്താദ് ബിസ്മില്ല ഖാൻ. അപ്പോൾ ഇതൊരു ടെമ്പിൾസിലും അതുപോലെ തന്നെ വെഡ്ഡിങ്സിലും ഒതുങ്ങേണ്ടിരുന്ന ഷെഹനായിയെ നമ്മുടെ ക്ലാസിക്കൽ സ്റ്റേജിലേക്ക് കൊണ്ടുവന്നത് ആരായിരുന്നു? ഇദ്ദേഹമായിരുന്നു. ആര്? നമ്മുടെ ഉസ്താദ് ബിസ്മില്ല ഖാൻ. As a 5-year-old, Bismillah Khan played Gilli Ganda near a pond in the ancient estate of Damron in Bihar. He would regularly go to the nearby Biharji temple to sing the Bhojpuri Chaida, at the end of which he would earn a big laddu weighing 1.25 kilogram. അപ്പോൾ 5 വയസ്സായപ്പോൾ എന്ത് ചെയ്തു, നമ്മുടെ ബിസ്മില്ല ഖാൻ ഗില്ലി ഗണ്ട എന്ന് പറയുന്ന ഒരു സോങ് ഒക്കെ പ്ലേ ചെയ്യാൻ തുടങ്ങി. എവിടെ? ഡംറൗൺ ഉള്ളത് ബീഹാറിലാണ്. അവിടെ ഒരു പഴയ സ്റ്റേറ്റിലാണ്. ഇത് ഒരു പോണ്ടിനടുത്താണ് ഗില്ലി ഗണ്ട എന്ന് പറയുന്ന സോങ് പ്ലേ ചെയ്തത്. അദ്ദേഹം റെഗുലറായിട്ട് എപ്പോഴും എന്ത് ചെയ്യും, നമ്മുടെ ബീഹാർജി ടെമ്പിളിൽ പോയിട്ട് വിസിറ്റ് ചെയ്യാറുണ്ട്. അവിടെ ഭോജ്പൂരി ചൈത എന്ന് പറയുന്ന ഒരു സോങ് പാടാറുണ്ട്. അതിൻ്റെ അവസാനം എന്ത് കിട്ടും, അദ്ദേഹത്തിന് 1.25 കിലോഗ്രാമോളം ഒരു വലിയ ലഡു ഏൺ ചെയ്യാൻ പറ്റുമായിരുന്നു. അത് അവിടുത്തെ ലോക്കൽ മഹാരാജ കൊടുക്കുന്നൊരു പ്രൈസാണ്. ദിസ് ഹാപ്പൻ 80 years ago and little boy was traveled for to earn higher civilian award in the India, the Bharat Ratna. അപ്പോൾ ഇതൊക്കെ 80 വർഷത്തോളം മുന്നേ ഉള്ള കഥകളാണ്. അങ്ങനെ ആ ചെറിയ കുട്ടിയിലെ ആ ചെറിയ ലിറ്റിൽ ബോയ് എന്ത് ചെയ്തു, ഇപ്പോൾ ഇന്ത്യയിലെ ഹയസ്റ്റ് സിവിലിയൻ അവാർഡായിട്ടുള്ള ഭാരത് രത്ന വരെ കരസ്ഥമാക്കിയിട്ടുണ്ട്. Born on 21 March 1916, Bismillah belongs to a well-known family of musicians from Bihar. His grandfather, Rasool Bucks Khan, was the Shehnai Nawaz of Bhojpuri King's Court. His father, Paigambar Bucks, and other paternal ancestors were also great Shehnai players. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ജനനം എന്ന് പറയുന്നത് 1916 21 മാർച്ചിലായിരുന്നു. അദ്ദേഹം ഒരു മ്യൂസീഷ്യൻ ഫാമിലിയിലെ ഒരു മെമ്പറായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഗ്രാൻഡ് ഫാദറിലെ മുത്തശ്ശൻ റസൂൽ ബക്സ് ഖാന് അദ്ദേഹം ഒരു ഭോജ്പൂരി കോർട്ടിലെ ഷെഹനായി നവാസ് ആയിരുന്നു. അദ്ദേഹത്തിൻ്റെ അച്ഛനായിട്ടുള്ള പൈഗംബർ ബക്സ് എന്ത് ചെയ്തു, അതുപോലെ തന്നെ പൈഗംബർ ബക്സും അതുപോലെ തന്നെ പെറ്റേണൽ ആൻസിസ്റ്റേഴ്സ്, പെറ്റേണൽ എന്ന് പറയുന്നത് ഫാദറിൻ്റെ പൂർവികന്മാരെന്നാണ് പെറ്റേണൽ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ആൻസിസ്റ്റേഴ്സ് ഓഫ് ഫാദർ. ഇനി മെറ്റേണൽ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും, ആൻസിസ്റ്റേഴ്സ് ഓഫ് മദർ അല്ലേ. അദ്ദേഹത്തിൻ്റെ ഫാമിലി മൊത്തം അധികം ആൾക്കാരും എന്തായിരുന്നു, ഷെഹനായി പ്ലേയേഴ്സ് ആയിരുന്നു, അല്ലെങ്കിൽ മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻറ്റ്സ് വായിക്കുന്ന ആൾക്കാരായിരുന്നു.
The young boy took to music early in life. At the age of 3, when his mother took him to the maternal uncle's house in Banaras, now Varanasi, Bismillah was fascinated watching his uncles practice the Shehnai. അപ്പോൾ ചെറിയ കാലം തൊട്ട് മുതലേ അദ്ദേഹം എന്ത് ചെയ്തു, മ്യൂസിക് പ്ലേ ചെയ്യാൻ അല്ലെങ്കിൽ മ്യൂസിക് അദ്ദേഹത്തിൻ്റെ ലൈഫിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഒരു 3 വയസ്സായപ്പം അദ്ദേഹത്തിൻ്റെ അമ്മ എന്ത് ചെയ്തു, അദ്ദേഹത്തിൻ്റെ അങ്കിളിലെ, അതായത് അമ്മയുടെ അങ്കിൾ, മറ്റേണൽ അങ്കിളിൻ്റെ അടുത്ത്, ബനാറസിലുള്ള മറ്റേണൽ അങ്കിളിൻ്റെ അടുത്തേക്ക് പറഞ്ഞയച്ചിരുന്നു. അവിടെ അദ്ദേഹത്തിൻ്റെ മറ്റേണൽ അങ്കിള് പ്രാക്ടീസ് ചെയ്യുന്നതൊക്കെ നോക്കിയിട്ട് വളരെയധികം ഫാക്സിനേറ്റഡ് ആയിരുന്നു, ആശ്ചര്യവാനായിരുന്നു. ഈ പറയുന്ന ബനാറസ് എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മുടെ ഉത്തർപ്രദേശിലുള്ള ഒരു പ്ലേസ് ആണ്. Soon Bismillah started accompanying his uncle Ali Bux to the Vishnu temple of Banaras, where Bux was employed to play the Shehnai. ശേഷം ബിസ്മില്ല എന്ത് ചെയ്തു, അവരുടെ അങ്കിളിൻ്റെ കൂടെ പോകാൻ തുടങ്ങി. അലി ബക്സ് എന്നായിരുന്നു അവരുടെ പേര്. എവിടേക്ക്? ബനാറസിലുള്ള വിഷ്ണു ടെമ്പിളിലേക്കായിരുന്നു. അവിടെ ബക്സിൻ്റെ ജോലി എന്ന് പറയുന്നത് ഈ പറയുന്ന ഷെഹനായി പ്ലേ ചെയ്യുന്നതായിരുന്നു. Ali Bux would play the Shehnai and Bismillah would sit captivated for hours on end. അലി ബക്സ് ഇങ്ങനെ ഈ പറയുന്ന ഷെഹനായി വായിക്കുമ്പോൾ നമ്മുടെ ബിസ്മില്ല ഖാൻ എന്ത് ചെയ്യും, ബിസ്മില്ല ഖാനെ അവിടെ അലി ബക്സിൻ്റെ ഇങ്ങനത്തെ ഓരോ ഈണങ്ങളൊക്കെ ക്യാപ്റ്റിവേറ്റ് ചെയ്യും. അതായത് അതുകൊണ്ട് അട്രാക്റ്റഡ് ആയിരുന്നു അദ്ദേഹം. Slowly, he started getting lessons in playing the instrument, would sit practicing throughout the day. For years to come, the temple of Balaji and Mangalamaya and the banks of Ganga became the young apprentice's favorite haunts where he could practice in solitude. അപ്പം ഈ പറയുന്ന പിന്നെന്ത് ചെയ്തു, മെല്ലെ പതുക്കെ ഇങ്ങനെ ഇൻസ്ട്രുമെൻറ്റിൻ്റെ പാഠങ്ങളെല്ലാം പഠിച്ചു. അതൊക്കെ എന്നും പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്തു. അങ്ങനെ കുറേ വർഷങ്ങളായിട്ട് നമ്മുടെ ബാലാജി ടെമ്പിളിലും മംഗളമയ്യയിലും അതുപോലെ തന്നെ ഗംഗയുടെ തീരങ്ങളിലൊക്കെ പോയിട്ട് ഈ പറയുന്ന യങ് അപ്പറൻറ്റിസ് അല്ലെങ്കിൽ യങ് ജോബ് സ്റ്റാർട്ട് ചെയ്ത ആൾ നല്ല രീതിയിൽ സോളിറ്റ്യൂഡിൽ പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങി. സോളിറ്റ്യൂഡിൽ പ്രാക്ടീസ് ചെയ്യാന്ന് പറയുമ്പോൾ ഏകാന്തതയിൽ പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങി നമ്മുടെ ബിസ്മില്ല ഖാൻ. ദ ഫോളോയിങ് വാട്ടേഴ്സ് ഓഫ് ഗംഗ ഇൻസ്പയർഡ് ഹിം ടു ഇംപ്രവൈസ് ആൻഡ് ഇൻവെൻറ്റ് രാഗാസ് ദാറ്റ് വർ ഏർലിയർ കൺസിഡർഡ് ടു ബി ബിയോണ്ട് ദ റേഞ്ച് ഓഫ് ഷഹനായി. അപ്പോൾ ഈ പറയുന്ന ഗംഗയുടെ ബാങ്ക്സിൽ പോയിട്ട് പ്രാക്ടീസ് ചെയ്യാറുണ്ടായിരുന്നല്ലോ, അതുപോലെ ഗംഗയുടെ ഈ റിവറിലെ വെള്ളം അല്ലെങ്കിൽ ആ ഒഴുക്ക് അദ്ദേഹത്തിന് പുതിയ രാഗങ്ങൾ ഇൻവെൻറ്റ് ചെയ്യാനും അല്ലെങ്കിൽ ഉണ്ടാക്കാനും, അല്ല ഇൻവെൻറ്റ് ചെയ്യാന്ന് പറയുമ്പോൾ എന്താ, കണ്ടുപിടിക്കാനും അതൊക്കെ എങ്ങനെയായിരുന്നു, നമ്മുടെ ഷെഹനായുടെ ഒരു റേഞ്ച് ഉണ്ടാവില്ല, ഓരോ മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻസിനും ഓരോ റേഞ്ച് ഉണ്ടാകും, അതൊക്കും മേലെയായിരുന്നു അല്ലെങ്കിൽ അതൊക്കും ബിയോണ്ട് ആയിരുന്നു ഈ പറയുന്ന അദ്ദേഹം ഇൻവെൻറ്റ് ചെയ്ത രാഗങ്ങളൊക്കെ. എങ്ങനെ അദ്ദേഹം രാഗം ഇൻവെൻറ്റ് ചെയ്തത് അല്ലേ, അതായത് ഫ്ലോയിങ് ഓഫ് ഗംഗ ആയിരുന്നു അദ്ദേഹത്തിനെ ഇംപ്രവൈസ് ആക്കിയത്. At the end of 14, Bismillah accompanied his uncle to the Allahabad Music Conference. At the end of his recital, Ustad Fayaz Khan patted the young boy's back and said, "Work hard and you will make it." With the opening of All India Radio in Lucknow in 1938 came Bismillah's big break. He soon became an often heard Shehnai player on the radio. അതായത് 14-ാമത്തെ വയസ്സിൽ ബിസ്മില്ല ഖാൻ എന്ത് ചെയ്തു, അദ്ദേഹത്തിൻ്റെ അങ്കിളിൻ്റെ കൂടെ പോയിട്ട് അഹമ്മദാബാദ് മ്യൂസിക് കോൺഫറൻസിലായിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. അലഹബാദ് അതായത് ഇപ്പോഴത്തെ യുപിയിലുള്ള സ്ഥലം. അതിൻ്റെ എൻഡ് ഓഫ് ദ റിസൈറ്റൽ, ഈ ഒരു റിസൈറ്റലിൻ്റെ അല്ലെങ്കിൽ ഈ ഒരു പാരായണത്തിൻ്റെ അവസാനം എന്താ ഉണ്ടായത്, ഉസ്താദ് ഫയാസ് ഖാൻ അദ്ദേഹത്തിൻ്റെ തലോടിയിട്ട് പറഞ്ഞു, അല്ലെങ്കിൽ പാറ്റഡ് അല്ലേ, അതായത് പുറം തലോടിയിട്ട് പറഞ്ഞു. യങ് ബോയ് എന്നോട് പറഞ്ഞു, എന്താ പറഞ്ഞത്, ഹാർഡ് വർക്ക് ചെയ്യൂ, യു ഷാൽ മേക്ക് ഇറ്റ്, നീ എന്തായാലും അത് നേടിയെടുക്കും. അങ്ങനെ ഓൾ ഇന്ത്യ റേഡിയോയുടെ തുടക്കത്തിൽ 1938 അതായിരുന്നു ബിസ്മില്ല ഖാനിൻ്റെ വലിയ ഒരു ടേണിംഗ് പോയിൻറ്റ്. ഹി സോൺ ബിക്കേം ആൻ ഓഫൻ ഹേർഡ് ഷെഹ്നായി പ്ലെയർ ഓൺ ദ റേഡിയോ. അദ്ദേഹം എന്നും കേൾക്കുന്ന ഒരു ഷെഹ്നായി പ്ലെയറായിട്ട് മാറി. എവിടെ? ഓൾ ഇന്ത്യ റേഡിയോയിൽ, AIR 1938. When India gained independence on 15 August 1947, Bismillah Khan became the first Indian to greet the nation with his Shehnai. അപ്പോൾ 15 August 1947, ദാറ്റ് ഈസ് നമുക്ക് ഇൻഡിപെൻഡൻസ് കിട്ടിയ ദിവസം, ബിസ്മില്ല ഖാൻ ആയിരുന്നു നമ്മുടെ ഷെഹ്നായി വെച്ചിട്ട് നമ്മുടെ നാഷനെ ഗ്രീറ്റ് ചെയ്തത്, അല്ലെങ്കിൽ നാഷനെ ഇങ്ങനെ അഭിസംബോധനം ചെയ്തത്. He poured his heart out into rag kafi from the
read for to the audience, which included Pandit Jawaharlal Nehru, who later gave his Tyrus with Destiny speech. അപ്പോൾ ഇതെല്ലാം ഈ ഒരു സോങ് അല്ലെങ്കിൽ ഈ ഒരു ഷെഹനായി പ്ലേ അതെന്ത് ചെയ്തു, എല്ലാവരുടെയും ഹൃദയത്തിൽ നല്ലൊരു അനുഭൂതി കൊടുത്തു. ഏതായിരുന്നു രാഗ് കാഫി ആയിരുന്നു. റെഡ് ഫോർട്ടിലായിരുന്നു ഈ പറയുന്ന ഇവൻ്റ് ഉണ്ടായിരുന്നത്. നമ്മുടെ പണ്ഡിറ്റ് ജവഹർലാൽ അതിന് ശേഷമായിരുന്നു നമ്മുടെ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിൻ്റെ ടൈറസ്റ്റ് വിത്ത് ഡെസ്റ്റിനി എന്ന് പറയുന്നിട്ടുള്ള സ്പീച്ച് ഉണ്ടായിരുന്നത്. Bismillah Khan has given many memorable performances both in India and abroad. His first trip abroad was to Afghanistan, where the King Zahir Shah was taken in by maestro that he gifted him priceless Persian carpets and other souvenirs. അതായത് ബിസ്മില്ല ഖാന് ഇന്ത്യയിൽ മാത്രമൊന്നുമല്ല പുറത്തും, അതായത് അബ്രോഡിലും നല്ലൊരു മെമ്മറബിൾ പെർഫോമൻസ് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് ട്രിപ്പ് അദ്ദേഹത്തിൻ്റെത് അഫ്ഗാനിസ്ഥാനിലേക്കായിരുന്നു. അവിടെ കിങ് സാഹിർ ഷാ എന്ന് പറയുന്ന കിങ് അദ്ദേഹത്തിന് എന്ത് ചെയ്തു, അദ്ദേഹത്തിൻ്റെ ഈ ഒരു കഴിവ് കാരണം അദ്ദേഹത്തിന് എന്ത് കൊടുത്തു, കുറേ പേർഷ്യൻ കാർപ്പറ്റ്സും അതുപോലെ തന്നെ വേറെ സോവനേഴ്സ് അല്ലേ, ഓരോ സ്മാരക സമ്മാനമായിട്ട് വേറെ കാര്യങ്ങളൊക്കെ കൊടുത്തു. സോവനേഴ്സ് എന്ന് പറയുമ്പോൾ തിങ്സ് ഗിവൺ ഇൻ ദ മെമ്മറി ഓഫ് എ പ്ലേസ്, പേഴ്സൺ ഓർ ആൻ ഇവൻ്റ് അല്ലേ, ഒരാളുടെ സ്മാരകമായിട്ട് കൊടുക്കുന്നതിനാണ് നമ്മൾ സോവനേഴ്സ് എന്ന് പറയുന്നത്. മൈസ്ട്രോ എന്ന് പറയുന്നത് പ്രഗത്ഭനായ ഒരു സംഗീതജ്ഞൻ, മഹാനായ സംഗീതജ്ഞൻ എന്നൊരു മീനിങ് ആണ്. മ്യൂസീഷ്യൻ. The King of Afghanistan was not only one to be fascinated by Bismillah's music. The film director Vijay Bhatt was impressed after hearing Bismillah's play at the festival that he named a film after the instrument called Gunj Uti Shehnai. അപ്പോൾ ഇദ്ദേഹം മാത്രമല്ല, നമ്മുടെ കിങ് സഹീർ ഷാ മാത്രമല്ല, നമ്മുടെ ഫിലിം ഡയറക്ടറായിട്ടുള്ള വിജയ് ഭട്ട് പോലും അദ്ദേഹത്തിൻ്റെ ഈ ഷെഹനായി പ്ലേ കണ്ട് ഇംപ്രസ്ഡ് ആയിരുന്നു. അത് എവിടെയായിരുന്നു, ഒരു ഫെസ്റ്റിവലിൽ അദ്ദേഹം ഹി നെയിംഡ് എ ഫിലിം ആഫ്റ്റർ ദ ഇൻസ്ട്രുമെൻറ്റ് അല്ലേ. ഈ ഒരു ഫെസ്റ്റിവലിൽ കഴിഞ്ഞ ശേഷം അതിനുശേഷം അദ്ദേഹം ഒരു ഫിലിം വരെ ഒരു പേരിട്ടു, ഫിലിമിന് വരെ അദ്ദേഹം ഈ ഇൻസ്ട്രുമെൻ്റ് പേരിട്ടത് ഗുഞ്ച് ഉത്തി ഷെഹനായി എന്നുള്ളൊരു പേരിട്ടിട്ടുണ്ടായിരുന്നു. The film was a hit and one of the Bismillah Khan's composition, Dil Ka Khilona Hai Toot Gaya, turned out to be nationwide chartbuster. ഈ പറയുന്ന ഫിലിം ഏതായിരുന്നു, ആ ഫിലിം എന്ന് പറയുന്നത് ഗുഞ്ച് ഉത്തി ഷെഹനായി എന്ന ഫിലിമിൽ അത് ഭയങ്കര ഹിറ്റായി. അതിൽ ബിസ്മില്ല ഖാൻ്റെ അദ്ദേഹത്തിൻ്റെ കമ്പോസിഷൻസ് ഉണ്ടായിരുന്നു. ദിൽ കാ ഖിലോന ടൂട്ട് ഗയ, അതായത് ഹൃദയത്തിൻ്റെ കളിപ്പാട്ടം പൊട്ടിപ്പോയി. ഖിലോന എന്ന് വെച്ചാൽ കളിപ്പാട്ടം, ടൂട്ട് ഗയ എന്ന് പറയുന്നത് ഹിന്ദിയിൽ പൊട്ടിപ്പോയി എന്നുള്ള മീനിങ് ആണ്. അത് ഒരു ഒരു ചാർട്ട് ബസ്റ്ററായിട്ട് മാറിയിട്ടുണ്ടായിരുന്നു. അതായത് ഒരു റെക്കോർഡ് ബ്രേക്കർ എന്നൊക്കെ പറയില്ലേ. Despite this huge success in the celluloid world, Bismillah Khan's ventures in the film music were limited to two: Vijay Bhatt's Gunj Uti Shehnai and Vikram Srinivas' Kannada venture Sanadi Abanna. I just can't come to terms with artificiality and glamour of the film world, he says with emphasizes. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ അദ്ദേഹത്തിൻ്റെ സെല്ലുലോയിഡിലെ വേൾഡിലെ സെല്ലുലോയിഡ് വേൾഡിനകത്ത് എന്താ ഉണ്ടായത്, 2 ഫിലിം മാത്രമേ അദ്ദേഹത്തിന് ഫിലിം മ്യൂസിക് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. 2 വെഞ്ചേഴ്സ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, അല്ലെങ്കിൽ 2 പ്രൊജക്ട്സ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഒന്ന് നമ്മൾ പറഞ്ഞ ഡയറക്ടർ വിജയ് ഭട്ടിൻ്റെ ഗുഞ്ച് ഉതി ഷെഹനായി എന്നും, പിന്നെ വിക്രം ശ്രീനിവാസിൻ്റെ കന്നഡ വെഞ്ചറായിട്ടുള്ള സനദി അബന്നായിരുന്നു. അദ്ദേഹം പറയുന്നത്, എനിക്ക് ഇങ്ങനെ ഈ പറയുന്ന ഈ ആർട്ടിഫിഷ്യാലിറ്റിയോടും അതുപോലെ തന്നെ ഗ്ലാമറസ് വേൾഡിനോടും അത്ര വലിയ നല്ല ടേംസിലല്ല എന്നാണ് അദ്ദേഹം ഇത് ഊന്നിക്കൊണ്ട് പറഞ്ഞത് എന്നാണ് ലാസ്റ്റ് സെൻറ്റൻസിൻ്റെ മീനിങ്. അദ്ദേഹത്തിനോട് വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ല ഈ ഫിലിംസും ആർട്ടിഫിഷ്യാലിറ്റിയും ഗ്ലാമർ വേൾഡിനോടൊന്നും. Awards and recognition came thick and fast. Bismillah Khan became the first Indian to be invited to perform at the prestigious Lincoln സെൻറ്റർ ഹാൾ ഇൻ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക. അപ്പോൾ ഇങ്ങനെ അവാർഡ്സും അതുപോലെ തന്നെ ഓരോ റെക്കഗ്നേഷനൊക്കെ അദ്ദേഹത്തിന് പെട്ടെന്ന് വന്നുകൊണ്ടിരുന്നത്. ബിസ്മില്ലാ ഖാൻ അവസാനം എന്ത് ചെയ്തു, പ്രസ്റ്റീജിയസ് ലിങ്കോളൻ സെൻറ്റർ ഹാൾ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്കയിൽ അദ്ദേഹത്തിന് പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ട് ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഹി ഓൾസോ ടുക്ക് പാർട്ട് ഇൻ ദ വേൾഡ് എക്സ്പോസിഷൻ ഇൻ മോൺട്രിയലിലെ വേൾഡ് എക്സ്പോസിഷനിലും അദ്ദേഹം പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. ഇൻ ദ കാൻസ് ആർട്ട് ഫെസ്റ്റിവലിലും ഒസാക്ക ട്രേഡ് ഫെയറിലൊക്കെ അദ്ദേഹം പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. So well known he became internationally that an auditorium in Tehran was named after him, Tihar Music Ustad Bismillah Khan. അല്ലേ, അദ്ദേഹത്തിൻ്റെ ഈ ഒരു വളർച്ച അല്ലെങ്കിൽ ഈ ഒരു ഫേമസ് കാരണം അല്ലേ, ഫെയിം കാരണം എന്ത് ചെയ്തു, ഇൻ്റർനാഷണലി അദ്ദേഹം പോപ്പുലറായി. അവിടെ തെഹ്റാനിലെ ഒരു ഓഡിറ്റോറിയത്തിന് വരെ അദ്ദേഹത്തിൻ്റെ പേര് കൊടുത്തു. അതിൻ്റെ പേര് തെഹാർ മ്യൂസിക് ഉസ്താദ് ബിസ്മില്ലാ ഖാൻ എന്നായിരുന്നു ആ ഓഡിറ്റോറിയത്തിൻ്റെ പേര്.
National awards like Padma Shri and Padma Bhushan and Padma Vibhushan were conferred on him. അദ്ദേഹത്തിന് നാഷണൽ അവാർഡ്സ് ആയിട്ടുള്ള പത്മശ്രീയും പത്മഭൂഷണും പത്മവിഭൂഷണൊക്കെ അദ്ദേഹത്തിന് കൊടുത്തിട്ടുണ്ടായിരുന്നു. In 2001, Bismillah Khan was awarded India's highest civilian award, the Bharat Ratna, with a coveted award resting on his chest and his eyes glinting with rare happiness. He said, "All I would like to say is teach your children music. That is Hindustan's richest tradition. Even the West is now coming to learn our music." 2001 അദ്ദേഹത്തിന് ഹയസ്റ്റ് സിവിലിയൻ അവാർഡായിട്ടുള്ള ഭാരത് രത്ന ലഭിച്ചു. അങ്ങനെ ഈ പറയുന്ന അവാർഡ് അദ്ദേഹം നെഞ്ചിൽ വെച്ചിട്ട് അദ്ദേഹത്തിൻ്റെ കണ്ണെല്ലാം അങ്ങനെ ഗ്ലേസ് ചെയ്തിട്ട് അദ്ദേഹം പറഞ്ഞതെന്ന് വെച്ചാൽ, എനിക്കൊരു കാര്യം എനിക്ക് പറയാനുള്ള എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ നിങ്ങളുടെ മക്കളെ മ്യൂസിക് പഠിപ്പിക്കുക. അതാണ് നമ്മുടെ ഹിന്ദുസ്ഥാനിലെ റിച്ച് ട്രഡീഷൻ പഠിപ്പിക്കുക. അത് ഇപ്പോൾ വെസ്റ്റിലെ ആൾക്കാർ പോലും നമ്മുടെ നാട്ടിലേക്ക് ഈ പറയുന്ന ഹിന്ദുസ്ഥാൻ മ്യൂസിക് അല്ലെങ്കിൽ മ്യൂസിക് പഠിക്കാൻ വേണ്ടിയിട്ട് വരുന്നുണ്ടെന്നാണ് അദ്ദേഹത്തിൻ്റെ സെൻറ്റൻസ്. ഇൻ സ്പൈറ്റ് ഓഫ് ഹാവിങ് ട്രാവൽഡ് ഓൾ ഓവർ ദ വേൾഡ്, ഖാൻ സാബ് ആസ് ഹി ഫോൺലി കോൾഡ് us exceedingly fond of Benares and Dhamraun, and they remained for him the most wonderful towns of the world. അദ്ദേഹം ലോകത്തിലെ പല സ്ഥലത്തിലും ട്രാവൽ ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തെ ഖാൻ സാബ് എന്നാണ് വിളിച്ചത്. ഇങ്ങനെ നല്ല ഇഷ്ടത്തോടുള്ള ആൾക്കാർ അദ്ദേഹത്തെ ഖാൻ സാബ് എന്ന് വിളിച്ചിരുന്നു. അപ്പോൾ ഖാൻ സാബ് ബനാറസും ഡംബ്രൗണും, യു പിയിലെ ബനാറസും അതുപോലെ തന്നെ ബീഹാറിലെ ഡംബ്രൗണും അദ്ദേഹത്തിന് ഭയങ്കര ഇഷ്ടമായിരുന്നു. അതായിരുന്നു അദ്ദേഹം കണ്ടതിൽ വെച്ച് ഏറ്റവും വണ്ടർഫുൾ ആയിട്ടുള്ള ടൗൺ, ലോകത്തിലെ ഏറ്റവും വണ്ടർഫുൾ ടൗൺ. അത് ബനാറസും ഡംബ്രൗണായിരുന്നു. ഇവൻ ദോ ഹി ട്രാവൽഡ് ഓൾ ഓവർ ദ വേൾഡ്. ലോകത്തിലെ പല പാട്ടിലും സഞ്ചരിച്ചിട്ടും അദ്ദേഹത്തിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ടൗൺസ് ബനാറസ് ആൻഡ് ഡംബ്രൗൺ മാത്രമായിരുന്നു. A student of his once wanted to head a Shehnai school in the USA, and the student promised to recreate the atmosphere of Benares by replicating the temples there. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു സ്റ്റുഡൻറ്റിന് ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു, നമ്മുടെ USA ഒരു ഷെഹനായി സ്കൂൾ സ്റ്റാർട്ട് ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. ആ സ്റ്റുഡൻറ്റ് എന്താ പ്രോമിസ് ചെയ്തതെന്ന് വെച്ചാൽ, അവിടെ ഇതുപോലെ തന്നെ ബനാറസിൻ്റെ ഒരു അറ്റ്മോസ്ഫിയർ റീക്രിയേറ്റ് ചെയ്യാമെന്ന് പറഞ്ഞു. നമ്മുടെ ടെമ്പിൾസ് എല്ലാം അവിടെ പണിതിട്ട് അങ്ങനെ ഒരു ബനാറസ് അറ്റ്മോസ്ഫിയർ അല്ലെങ്കിൽ ഒരു ഫീൽ ഉണ്ടാക്കി തരാൻ. A foreign country, I keep yearning to see Hindustan. While in Mumbai, I think of only Benares and Holy Ganga, and while in Benares, I miss the unique matta of Damron. അപ്പോൾ ഖൻസാബ് ഇങ്ങനെ ചോദിച്ചു, നിനക്കെന്താ ഈ ഗംഗേനെ ഇവിടേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുമോ അല്ലെങ്കിൽ ട്രാൻസ്പോർട്ട് ചെയ്യാൻ പറ്റുമോ, ഇവിടുത്തെ ടെമ്പിൾസ് സിറ്റുവേഷനൊക്കെ റെപ്ലിക്കേറ്റ് ചെയ്യാല്ലാതെ എന്ന് ചോദിച്ചപ്പോൾ, അതുകൊണ്ടാണ് അതാണ് ഞാൻ ഏതെങ്കിലും ഫോറിൻ കൺട്രിയിലാവുമ്പോൾ എപ്പോഴും ഞാൻ ഹിന്ദുസ്ഥാനെ കാണാൻ വേണ്ടി ആഗ്രഹിക്കും. ഞാൻ മുംബൈയിലാണെങ്കിൽ എപ്പോഴും ഞാൻ മിസ് ചെയ്യുന്നത് ബനാറസിനെയും ഹോളി ഗംഗേനെയാണ്. പക്ഷേ ബനാറസിലാണെങ്കിലോ ഞാൻ ഇവിടുത്തെ ഡംബ്രൗണിലെ മട്ടയാണ് മിസ് ചെയ്യുന്നത്. ഡംബ്രൗൺ ബീഹാറിലെ മട്ട എന്ന് പറയുന്നത് ഒരു മൂരുവെള്ളം പോലത്തെ ഒരു ഡ്രിങ്കാണ് നമ്മുടെ മട്ട എന്ന് പറയുന്നത്. Shekhar Gupta, when partition happened, didn't you and your family think of moving to Pakistan? അപ്പോൾ ശേഖർ ഗുപ്ത ചോദിക്കുകയാണ്, നിങ്ങൾ പാർട്ടീഷൻ ഉണ്ടായ സമയത്ത് നിങ്ങളുടെ ഫാമിലി നിങ്ങളോ പാകിസ്ഥാനിലേക്ക് മൂവ് ചെയ്യാൻ ആഗ്രഹിച്ചില്ലേ? Then Bismillah Khan replied that, God forbid me leave Benares. Never. I went to Pakistan once. I crossed the border just to say I have been to Pakistan. I was there for about an hour. I said namaskar to the Pakistanis and salam alaikum to the Indians and had a good laugh. അപ്പോൾ എന്താണ് ഈ പറയുന്നത്? ഞാൻ ബനാറസ് ലീവ് ചെയ്യല്ലേ, ബനാറസ് നിന്ന് വിട്ടു പോവേ? അത് ഒരിക്കലും നടക്കില്ല. ഞാൻ ഒരു പ്രാവശ്യം മാത്രമേ പാകിസ്ഥാനിലേക്ക് പോയിട്ടുള്ളൂ. അത് ജസ്റ്റ് ആ ബോർഡർ ഒന്ന് ക്രോസ് ചെയ്തിട്ട് ഞാൻ അവിടെ നിന്നു. ഒന്നിന് വേണ്ടിയിട്ട് ഞാൻ പാകിസ്ഥാൻ ബോർഡർ കടന്നു എന്ന് പറയാൻ വേണ്ടിയിട്ട് മാത്രം. ഞാൻ ഏകദേശം ഒരു മണിക്കൂറുണ്ടായിരുന്നു പാകിസ്ഥാനിൻ്റെ. ഞാൻ അവിടുത്തെ പാകിസ്ഥാനീസിനോട് നമസ്കാരം പറഞ്ഞു, അവിടുത്തെ ഇന്ത്യൻസിനോട് അസ്സലാം വലൈക്കും എന്ന് വിഷ് ചെയ്തു. അങ്ങനെ ചിരിച്ചു. ഇത് റീഡേഴ്സ് ഡൈജസ്റ്റിൽ ഒക്ടോബർ 2005 പബ്ലിഷ് ചെയ്തിട്ടുള്ളതാണ്. ഇനി ഉസ്താദ് ബിസ്മില്ല ഖാൻസ് ലൈഫ് ഈസ് എ പെർഫെക്റ്റ് എക്സാമ്പിൾ ഓഫ് റിച്ച് കൾച്ചറൽ ഹെറിറ്റേജ് ഓഫ് ഇന്ത്യ, വൺ ദാറ്റ് എഫേർട്ട്ലെസ്ലി അക്സെപ്റ്റ് ദാറ്റ് എ ഡിവോട്ട് മുസ്ലിം ലൈക്ക് ഹിം ക്യാൻ നെവർ വെരി നാച്ചുറലി പ്ലേ ദ ഷെഹനായ് എവറി മോർണിംഗ് അറ്റ് ദ കാശി വിശ്വനാഥ് ടെമ്പിൾ. അപ്പോൾ ഉസ്താദ് ബിസ്മില്ല ഖാൻ്റെ ലൈഫ് എന്ന് പറയുന്നത് ശരിക്കും നമ്മുടെ റിച്ച് ആയിട്ടുള്ള കൾച്ചറൽ ഹെറിറ്റേജ് ഓഫ് ഇന്ത്യനെ കാണിക്കുന്നതാണ്. നമുക്ക് എഫേർട്ട് ഇല്ലാതെ തന്നെ പറയാം, അദ്ദേഹം എന്താണ്, ഒരു ഡിവോട്ടിയാണ്, മുസ്ലിം ഭക്തനാണ്.
സാധാരണ എന്ത് ചെയ്യുന്നത്, ഷെഹനായിയൊക്കെ പ്ലേ ചെയ്ത് എല്ലാ ദിവസവും കാശി വിശ്വനാഥ് ടെമ്പിളിൽ വിസിറ്റ് ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ ഡിവോട്ട് മുസ്ലിം എന്ന് പറയുന്നത് ഉദ്ദേശിച്ചത് ഇസ്ലാമിൽ വിശ്വസിക്കുകയും പക്ഷേ അതിൻ്റെ ലോസ് എല്ലാം ഒബേ ചെയ്യുകയും അങ്ങനത്തെ ഒരാളാണ് നമ്മൾ മുസ്ലിം എന്ന് പറയുന്നത്, ഒരു ഡിവോട്ടി എന്ന് പറയുന്നത്. പക്ഷേ അദ്ദേഹം എന്ത് ചെയ്യും, ഈ ഷെഹനായി വായിക്കാൻ വേണ്ടിയിട്ട് കാശി വിശ്വനാഥ് ടെമ്പിളൊക്കെ എല്ലാ ദിവസവും മോർണിംഗിൽ വിസിറ്റ് ചെയ്യാറുണ്ടായിരുന്നു. ഉസ്താദ് ബിസ്മില്ല ഖാൻ passed on 21 August 2006 at the age of 90 after a prolonged illness. ഒരു കുറേ കാലത്തെ ഒരു അസുഖം കാരണം അദ്ദേഹം 2006 ഓഗസ്റ്റ് 21 മരണപ്പെട്ടു. He was given a state funeral and ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഡിക്ലയർഡ് 1 day ഓഫ് നാഷണൽ മോർണിംഗ്. അപ്പോൾ അദ്ദേഹം ഒരു സ്റ്റേറ്റ് ഫ്യൂണറൽ അദ്ദേഹത്തിന് നമ്മുടെ സ്റ്റേറ്റ് ഒരു ഫ്യൂണറൽ കൊടുക്കുകയും അതായത് മരണാനന്തര ചടങ്ങ് കൊടുക്കുകയും ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഒരു ദിവസം അദ്ദേഹത്തിൻ്റെ ആ ഒരു അനുസ്മരണ ദിവസമായിട്ട് ആചരിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ദാറ്റ്സ് ഓൾ അബൌട്ട് ദിസ് ചാപ്റ്റർ ഉസ്താദ് ബിസ്മില്ല ഖാൻ. അപ്പോൾ നിങ്ങൾക്കിത് മനസ്സിലായി പ്രതീക്ഷിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു എവരിവൺ. താങ്ക് യു ഓൾ.